റഷ്യ അനക്സ് ചെയ്തിരിക്കുന്ന ഉക്രൈൻ്റെ പ്രവിശ്യകൾ അത് ഒരിക്കലും ഇനി റഷ്യ വിട്ടുകൊടുക്കില്ല. റഷ്യയുടെ ലക്ഷ്യം നേരത്തെ തന്നെ വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയതാണ്. സോവിയറ്റ് യൂണിയൻ്റെ ആ പ്രൗഢിയും പ്രതാപവും തിരിച്ചു പിടിക്കാനാവുന്നത്ര രീതിയിലുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിന് ഏത് അധിനിവേശ ശക്തിയും എതിർത്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയും ഒരേ രീതിയിൽ തന്നെ ഞങ്ങൾ വേണ്ടി വന്നാൽ എതിർക്കും എന്ന് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പുടിൻ ഒരു നിലപാട് കൂടി ശക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്ക 28ഓളം ഉപാധികൾ കൃത്യമായി ഉക്രൈൻ്റെ മുമ്പിൽ വെച്ചിരുന്നല്ലോ. ഉക്രൈൻ്റെ പ്രസിഡന്റായ സെലൻസ്കിയോട് പറഞ്ഞിരിക്കുന്നത്, ഒരു രീതിയിലും ഞങ്ങൾ സാമ്പത്തികപരമായി നിങ്ങൾക്ക് സഹായം നൽകില്ല ഞങ്ങളുടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്രൂവ് ചെയ്യാതെ. സെലൻസ്കി എന്നാൽ പറയുന്നത് അങ്ങനെ റഷ്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഭാഗങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നാണ്. സെലൻസ്കിയുടെ വാക്കിന് യാതൊരു വിലയും ഉക്രൈനിൽ ജനത പോലും കൽപ്പിക്കുന്നില്ല, അവിടുത്തെ സാധാരണക്കാർ കൽപ്പിക്കുന്നില്ല. കാരണം അവർക്ക് വേണ്ട സമാധാന അന്തരീക്ഷമാണ്. സെലൻസ്കിയുടെ അഹങ്കാരത്തിനും അമിതമായി ഈഗോ ക്ലാഷിനും നിന്നുകൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. അവർക്ക് എങ്ങനെയും സമാധാനത്തിൻ്റെ സ്ഥിതിഗതിയിലേക്ക് കൊണ്ടുവരണം. പുടിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണോ ബെലാറസിലേക്ക് നല്ല രീതിയിൽ സ്വാതന്ത്ര്യമുള്ളതുപോലെ, കാരണം ബെലാറസിലെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനൊക്കെ റഷ്യൻ ഭരണകൂടത്തിന് കഴിയും. അതുപോലെ തന്നെ ബെലാറസിന് റഷ്യൻ ഭരണവുമായി വലിയ രീതിയിൽ ബന്ധമുണ്ട്. ഒരു പ്രോക്സി സ്റ്റേറ്റ് പോലെയാണ് ബെലാറസ് നിൽക്കുന്നത്. അതുപോലെ ഉക്രൈൻ്റെ പല പ്രവിശ്യകളെയും പ്രോക്സി സ്റ്റേറ്റുകളാക്കി മാറ്റാനാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതാണ് ഈ പറയുന്ന ഒരു വലിയ സംഘടിത സോവിയറ്റ് റഷ്യയെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആങ്കറേജിൽ വെച്ച്, അലാസ്കയിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപിന് ഒരു രീതിയിലും ഉറപ്പ് കൊടുക്കാത്തതിനാൽ ട്രംപ് പിന്നീട് ഉപരോധം ഏർപ്പെടുത്തി വലിയ രീതിയിലുള്ള വ്യാപാര തടസ്സങ്ങൾ ഉണ്ടാക്കാൻ, റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ഇരട്ടിയാക്കാൻ ശ്രമിച്ചു. അതിനെയൊക്കെ റഷ്യ അതിജീവിച്ചു. അവിടെയാണ് ട്രംപിൻ്റെ കണക്കൂട്ടലുകൾ പലതും തെറ്റിയത്. ഒടുവിൽ 28ഓളം ഇന ഫോർമുല മുന്നോട്ട് വെച്ചത്. കാരണം റഷ്യക്കെതിരെയുള്ള ഉക്രൈൻ്റെ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും സ്പോൺസേഡ് പരിപാടിയാണ്. നാറ്റോയുടെ സഹായം മാത്രം കൊണ്ടോ അതല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, പരിപൂർണമായി നിന്നുകൊടുക്കാൻ അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് ഉക്രൈന് പോലും സംശയമാണ്. അമേരിക്കയില്ല എങ്കിൽ ഉക്രൈന് റഷ്യയോട് പിടിച്ചു നിൽക്കുക അസംഭവ്യം തന്നെയാണ് എന്ന സ്ഥിതിഗതിയിലേക്ക് വരികയാണ്. അതെല്ലാ രീതിയിലും കാണുന്നുണ്ട്. ഘട്ടം ഘട്ടമായി അമേരിക്ക അവർക്ക് നൽകി വരുന്ന വെടിക്കോപ്പുകൾ, അവർക്ക് നൽകി വരുന്ന യുദ്ധ വെപ്പണുകൾ, ആ ആംസ് ആൻഡ് ഇമ്മ്യൂണിറ്റി ഘട്ടം ഘട്ടമായി റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും 28ഓളം ഫോർമുലകൾ അംഗീകരിക്കുന്നത് ഞാൻ മര്യാദ പഠിപ്പിക്കും എന്ന രീതിയിൽ ട്രംപ് നിൽക്കുകയാണ്. കാരണം ട്രംപിനറിയാം പുടിൻ ഇതിനേക്കാൾ വേഴ്സ്റ്റായിട്ട്, ഇതിനേക്കാൾ മോശമായി ബിഹേവ് ചെയ്യാൻ എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് അമേരിക്കയ്ക്കും പെൻറ്റഗണിനും കൃത്യമായ റിപ്പോർട്ടുണ്ട്.